ഒരു മീസാൻ പോലും ഓതിയിട്ടില്ല എന്നല്ലേ അർത്ഥം. എന്നിട്ട് ആ കൂട്ടത്തിൽ വേറൊരു അർത്ഥം വെക്കൽ ഒന്ന് പുതിയതാ കൊണ്ടുവരാം. അർത്ഥം വെക്കണ ഓരോ കോലങ്ങളെ മീസാനും ഓതിയില്ല എന്ന് മനസ്സിലാവും. നമ്മൾ ആ ഹദീസ് ഉണ്ടല്ലോ, ഏത് അൻതഅബ്ദുല്ലാഹ കഅന്നക തറാന്ന് പറഞ്ഞ ആ ഹദീസിന്റെ ഒരു ഭാഗം ഇയാൾ അർത്ഥം വെക്കുന്നുണ്ട്. അതൊന്ന് കേട്ടോളൂ. അദ്ദേഹം പറഞ്ഞു, സമർത്ഥിച്ചു. ഫഇല്ലം തകുൻ എന്ന് പറഞ്ഞാൽ നീ ഇല്ലാതെയായാൽ, ഐ ഗിബ്ത, നീ അങ്ങോട്ട് വായിബായി പോയി, നിന്നെ കാണുന്നില്ല, നിന്റെ വുജൂദിനെ നീ കാണുന്നില്ല. എന്നാൽ തറാഹു, അള്ളാഹ് നിന്നെ കാണും എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്നെ പരിഗണിക്കും. ഒന്നുകൂടി കേൾക്കണ്ട. അപ്പൊ ഈ സദസ്സിൽ കൂടിയ ആളുകൾക്കൊക്കെ വലിയ ആവേശമായി. ഒന്നുകൂടി വെച്ചോ, ആ ലാസ്റ്റ് നിങ്ങൾ കേൾക്കണം. ആ ഹദീസില് ഫഇല്ലം തകുൻ എന്ന് ആദ്യം പറഞ്ഞ ഉണ്ടാക്ക്, ഞാൻ പറഞ്ഞിട്ടെ. ഫഇല്ലം തകുൻ, അവിടെ ആ ഹദീസിൽ അതിന്റെ രണ്ടാമത്തെ ഒരു മായന പറയാം. ഫഇല്ലം തകുൻ, നീ ഇല്ലാതെയായാൽ, തറാഹു, നീ അല്ലാഹനെ കാണുന്ന. ഇല്ലാതായാൽ അല്ലാഹനെ കാണും. ഇയാൾ അവിടെ തല തിരിച്ചർത്ഥം വെക്കണം, അല്ലാഹ് എന്നെ കാണും. അല്ലാഹ് എന്നെ കാണുന്നുള്ളതിന് ഇല്ലാതായാലും ഉണ്ടായാലും കാണും. ഇയാൾ ആരെ അണ്ടോണം മുദരിസാക്കിയതാവും. മീസാൻ പോലും ഈ സീഗ ഏതിൻ്റെ സീഗ എന്ന് പോലും അറിഞ്ഞിട്ടില്ല. അതാണ് തറാന്ന് പറഞ്ഞാൽ അത് മുഖാത്തബിൻ്റെ സീഗല്ലേ. മുഖാത്തബിൻ്റെ സീഗല് നീ അല്ലാഹനെ കാണുന്നതാണ്. നീ ഇല്ലാതാവണം. ഈ അയിലങ്ങട്ട് ലയിച്ച് ഫനായിലായാൽ അനക്ക് അല്ലാഹനെ കാണാൻ പറ്റുന്ന പറയുന്നത്. എന്നിട്ട് ഇയാൾ നേരെ തിരിച്ചർത്ഥം വെക്കണം, അല്ലാഹനെ കാണും. ഒന്ന് നോക്കുങ്ങൾ, ഇയാളാണ് നമ്മളോട് അർശിന്റെ വർത്താനം പറയുന്നത്. പറയട്ടെ. അദ്ദേഹം പറഞ്ഞു, സമർത്ഥിച്ചു. ഫഇല്ലം തകുൻ എന്ന് പറഞ്ഞാൽ നീ ഇല്ലാതെയായാൽ, ഐ ഗിബ്ത, നീ അങ്ങോട്ട് വായിബായി പോയി, നിന്നെ കാണുന്നില്ല, നിന്റെ വുജൂദിനെ നീ കാണുന്നില്ല. എന്നാൽ തറാഹു, അള്ളാഹ് നിന്നെ കാണും. തറാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്നെ കാണുന്നല്ല, ഈ അള്ളാഹനെ കാണുന്നതാണ്. അതും തല തിരിഞ്ഞ് ഇയാൾ ജനിച്ചതന്നെ തല തിരിഞ്ഞിട്ടാണ്. അതുകൊണ്ട് ചിലവരുണ്ടല്ലോ ഈ ഗർഭാശയത്ത് നിന്ന് തല തിരിഞ്ഞു വരുന്ന ജാതി, അയിപ്പെട്ടതാന്ന് തോന്നുന്നുണ്ട്. എന്തിനാ വലിയ കയറിട്ടുള്ളത്? എന്നിട്ടൊരു നരച്ച താടിയായിട്ടുണ്ട് ഇറങ്ങിക്കാം മുഷാവറാങ്ങെന്ന് പറഞ്ഞിട്ട്. അതിൽ ഫുള്ള് കളിയാക്കലാണ് മശായിഖിനെ. അതാ ഞാൻ അത്ര ഗൗരവത്തിൽ പറയുന്നത്. കുട്ടിച്ചാത്തന്റെ ഹദറത്ത് എന്ന് വരെ ഇയാൾ പറയണ്ടതിൽ വലിയ വലിയ മശായിഖന്മാരെ പരിഹസിക്കുകയാണ് അയാൾ.